ഞങ്ങളുടെ യാത്രയുടെ 7-ാം ദിവസം ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കായിരുന്നു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേലിനോടുള്ള ആദരസൂചകമായാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്തെ 562 നാട്ടുരാജ്യങ്ങളെയും ഒന്നിപ്പിച്ച് ഇന്ത്യ എന്ന റിപ്പബ്ലിക് രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് അക്ഷീണം പ്രവർത്തിച്ച ആളായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഗുജറാത്തിലെ നർമ്മദ നദിയിൽ സർദാർ സരോവർ അണക്കെട്ടിനു സമീപത്തെ ബാധുബേഡ് ദ്വീപിൽ പണിത സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ 2018 ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ എന്ന പെരുമയോടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിലനിൽക്കുന്നു. ഇതിന് 182 മീറ്റർ, അതായത് ഏകദേശം 600 അടി ഉയരമാണുള്ളത്. ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രഥമ സ്ഥാനം നൽകിയ നേതാവിന് ഗുജറാത്തിലെ ജനങ്ങളുടെ ആദരസൂചകമായി നർമ്മദ നദിക്ക് മുകളിലാണ് ഈ ഭീമാകരമായ സ്മാരകം. ശില്പത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് പ്രമുഖ ശില്പി റാം വി സുധറാണ്. നിർമ്മാണ പദ്ധതിക്കായുള്ള ഒരു ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി സർദാർ പട്ടേലിൻ്റെ പ്രതിമയ്ക്ക് ആവശ്യമായ ഇരുമ്പ് ശേഖരിക്കുന്നതിന് ഇന്ത്യൻ കർഷകരോട് അവരുടെ ഉപയോഗിച്ച കാർഷിക ഉപകരണങ്ങൾ സംഭാവന ചെയ്യാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. അപ്രകാരം ഏകദേശം 500 ടൺ ഇരുമ്പ് ശേഖരിക്കപ്പെട്ടതായി കരുതപ്പെടുന്നു. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ 4 വർഷം വേണ്ടിവന്നു. സ്റ്റാച്യു നിർമ്മാണത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും വിശദാംശങ്ങൾ പ്രതിമയ്ക്കുള്ളിലെ ഒരു ഇൻഹൗസ് മ്യൂസിയത്തിൽ കാണാം. തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ വൈകുന്നേരങ്ങളിലും സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കും. വർണ്ണാഭമായ ലേസർ ലൈറ്റിംഗ് സംവിധാനത്തോടൊപ്പം സർദാർ പട്ടേലിൻ്റെ ജീവിത ചരിത്രത്തിൻ്റെയും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെയും ഇന്ത്യ ഒരു രാഷ്ട്രമായി ഏകീകരിക്കുന്നതിനും അദ്ദേഹം നൽകിയ സംഭാവനകളുടെ മികച്ച വിവരണം നൽകുന്നുണ്ട്. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ 2 ഇരട്ടി വലുപ്പമുള്ള ഇന്ത്യക്ക് സ്വന്തമായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നതും നമ്മുടെ ടൂറിസം രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നുമാണ്. ലോകോത്തര നിലവാരം പുലർത്തുന്ന ഏറ്റവും വലിയ പ്രതിമ എന്ന ഈ മഹാത്ഭുതം നാം കണ്ടിരിക്കേണ്ട ഒന്നുതന്നെയാണ്.